ഹായ്, നമുക്കെല്ലാവർക്കും ക്രീപ്പർ പ്ലാന്റ്സ് ഇഷ്ടമാണല്ലേ, വള്ളിപ്പൂച്ചെടികൾ. പക്ഷേ എല്ലാവർക്കും ക്രീപ്പർ പ്ലാന്റ്സ് കേൾക്കുമ്പോൾ തന്നെയുള്ളൊരു ധാരണ ഒന്നുകിൽ ആർച്ചിൽ കയറ്റി വിടുക, അല്ലെങ്കിൽ വീടിൻ്റെ മേൽക്കൂരയിലേക്ക് പടർത്തി വിടുക, അങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് ആയിരിക്കും മനസ്സിൽ വരുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും മരത്തിലേക്ക് പടർത്തി വിടുക. പക്ഷെ അങ്ങനെയൊന്നും അല്ലാതെ തന്നെ വളരെ ഭംഗിയായിട്ട് നമുക്ക് ഈ വള്ളിച്ചെടികളൊക്കെ വളർത്താം. നമുക്ക് ചട്ടിയിൽ തന്നെ സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒട്ടും ചിലവില്ലാതെ വളരെ കുറഞ്ഞ സമയം കൊണ്ട് എങ്ങനെ ക്രീപ്പർ പ്ലാന്റ്സ് വളർത്താനുള്ളൊരു സൗകര്യം ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഞങ്ങൾ മാണ്ടി വില്ലയും അതുപോലെ കാർഡിനൽ ക്രീപ്പറിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. ഇത് ഓടയാണ്. അപ്പോൾ ഓട എടുത്തിട്ട് ഒരു 3-4 ഓട എടുത്തിട്ട് ചട്ടിയിൽ കുത്തി കൊടുക്കുക. ചട്ടീനോട് ചേർന്ന് വേണം കുത്താൻ. പിന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ എത്ര റൗണ്ടുകൾ നമുക്ക് വേണം അത്രയ്ക്കും, എത്ര ഹൈറ്റ് വേണം അതിനനുസരിച്ച് നമ്മൾ ഓട വളച്ചിങ്ങനെ കെട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത സൗകര്യം എന്താ വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒതുങ്ങിക്കോളും ക്രീപ്പർ പ്ലാന്റ്സ്. പിന്നെ അതൊന്ന് പുറത്തേക്ക് വരുന്ന നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം കട്ട് ചെയ്ത് കൊടുക്കാം, കട്ട് ചെയ്ത് വേറെ മാറ്റി നടാം, അല്ലെങ്കിൽ കട്ട് ചെയ്ത് ഒഴിവാക്കാം. അപ്പോൾ ഇത് ലാസ്റ്റ് പൂ വിരിഞ്ഞ് വരുമ്പോൾ ഇല്ലേ നല്ല രസമായിരിക്കും. ഒരു സ്റ്റിക്ക് പൂവിൻ്റെ ഒരു എന്താ പറയുക, പൂവും ചെടിയും മാത്രമുള്ള ഒരു സ്റ്റിക്കായിട്ട് നമുക്ക് തോന്നും. ഈ കാണിക്കുന്ന ഓടയുടെ വൃത്തികേടൊന്നും കുറേ കഴിയുമ്പോൾ ഇതിൽ നമുക്ക് ഫീൽ ചെയ്യില്ല. അത്രയ്ക്ക് ഭംഗിയിൽ അതങ്ങ് നിൽക്കും. ഇതിപ്പോൾ കാർഡിനൽ ക്രീപ്പർ വേറൊരു ചട്ടിയിലായിരുന്നതായിരുന്നു. അത് ഭയങ്കര വലിയ വള്ളിയായിട്ടുണ്ട്. അപ്പോൾ അതിനൊന്ന് ഒതുക്കാനും കൂടെ വേണ്ടിയിട്ടാണ് ഞങ്ങളിങ്ങനെ ചെയ്തത്. അപ്പോൾ ഇത് എല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. 5 പൈസ ചിലവില്ലാതെ നമുക്ക് എല്ലാവർക്കും വള്ളിച്ചെടികൾ ഇതുപോലെ വളർത്താം. ഇതിൻ്റെ റെഡിമെയ്ഡ് സാധനം സ്റ്റീലിൻ്റെയും ഇരുമ്പിൻ്റെയൊക്കെ നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. പക്ഷേ പൈസ മുടക്കി വാങ്ങണം എന്നില്ലല്ലോ. ഇതിപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണല്ലോ. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ഇത് പല രീതിക്ക് ഇതിൻ്റെ ഡിസൈൻസ് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ ഏറ്റവും എളുപ്പത്തിലുള്ള മാർഗ്ഗമാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതിന് മുൻപ് ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി മാണ്ടിവില്ലയും കാർഡിനൽ ക്രീപ്പറൊക്കെ നിറച്ച് പൂ ഇട്ടതിന് ശേഷം ഞാൻ ഒരു വീഡിയോയും കൂടെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ യഥാർത്ഥ ഭംഗി മനസ്സിലാവും.